ഹലോ, വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ്. അപ്പം നമ്മളിന്ന് ക്യൂട്ടായിട്ടുള്ള ഒരു പെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞു മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലിപ്പ്. അപ്പം നമുക്കതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നോക്കാം. 2 അലിഗേറ്റർ ക്ലിപ്പ്, പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞു ബീഡ്സ്, അതിൻ്റെ കൂടെ നമ്മുടെ സ്റ്റോൺ പിക്കർ പെന്ന് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗ്ലൂ. ഇത്രയും കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ടൊരു ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ അതാണ്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിനകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് മാറ്റി വെക്കുക. ഫസ്റ്റ് അതിന് മുമ്പ് നമ്മൾ ഈ സ്റ്റോൺ പിക്കർ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ. അതിൻ്റെ കൂടെയുള്ള ഷീറ്റിൻ്റെ ആ ട്രാൻസ്പെറൻറ്റ് കോട്ടിങ് മാറ്റി അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ആ പെന്ന് യൂസ് ചെയ്ത് നമുക്ക് ആ ബീഡ്സ് ഓരോന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം കണ്ടല്ലോ, ഇതാണ്ട നമ്മൾ എന്നിട്ട് ഓരോ ബീഡ്സും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മൾ അലിഗേറ്ററിനകത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇച്ചിരി സ്പേസ് കുറവാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിച്ച് കിട്ടും. വേണ്ട, നമ്മളപ്പോൾ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് അതിനകത്ത് അടുത്ത ഫ്ലവർ കൂടെ സെറ്റ് ചെയ്യാം. അപ്പം നമ്മളതിൻ്റെ ഒരു നടുക്ക് സെൻറ്റർ ഭാഗത്തായിട്ട് അടുത്ത ബീഡ് വെച്ച് അതൊന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പേനയിൽ ഒട്ടിച്ച് എടുക്കുന്ന മുത്ത് കുറച്ചൊക്കെ ചാടി പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. പിന്നെ ഈ കുഞ്ഞു മുത്തായതുകൊണ്ട് നമുക്ക് കുറച്ച് കണ്ണിന് ബുദ്ധിമുട്ട്, ഇച്ചിരി സ്ട്രെയിൻ ചെയ്യണം. പക്ഷെ എന്നാലും കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടല്ലോ, നമ്മളതൊരു ഫ്ലവറായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്പേസ് വീതി അത്രയും കിട്ടത്തില്ലെന്ന് തോന്നും, പക്ഷേ നമുക്കത് ഒട്ടി വരുമ്പോഴത്തേക്കിന് കറക്റ്റ് ഒരു ഫ്ലവർ നിൽക്കാനുള്ള സ്പേസ് അലിഗേറ്ററിൽ കാണും. അപ്പം വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് അതിൽ നമുക്ക് ഈ ഫ്ലവർ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് നേരിട്ട് ഇതിനകത്ത് ചെയ്തെന്നേ ഉള്ളൂ. ഈ യെല്ലോ കളർ ബീഡായതുകൊണ്ട് ഒന്നുകൂടെ നല്ല എടുപ്പുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലവറും സെറ്റ് ചെയ്യുക. സിമ്പിളാണ്. കുറച്ച് മെറ്റീരിയൽസ് മതി. നമുക്ക് ഈ ഒരു ക്ലിപ്പ് 10 രൂപ വേണമെങ്കിലും ഇട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ബീഡ്സിന് 8 രൂപ ആ ഒരു റേഞ്ചൊക്കെ വരത്തുള്ളൂ. ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മുത്ത് കാണും. അപ്പോൾ നമ്മളത് 3 ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇച്ചിരി സ്പേസ് കൂടെ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ആ സ്പേസ് കവർ ചെയ്യുന്നത് വരെ നമ്മൾ ഈ ഫ്ലവർ ചെയ്യുക. സിമ്പിളല്ലേ? നമ്മൾ പണ്ടൊക്കെ ഒരു പൂ വരയ്ക്കാൻ പറയുമ്പോഴത്തേക്കിന് നമ്മൾ ആദ്യം വരയ്ക്കുന്നതാണ്. നടുക്കൊരു കുത്ത്, ചുറ്റും ഒരു 5-6 കുത്ത്, അപ്പോൾ ഒരു ഫ്ലവറായില്ലേ. ആ ഒരു ഡിസൈനാണ് ഞാനിവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. കാണുമ്പം ചെയ്തു വന്നപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്കും തോന്നുന്നെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടല്ലോ, ഇത്രയും വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ ലാസ്റ്റ് ഭാഗം നമുക്ക് ആ കൈ പിടിക്കുന്നിടം ഒന്ന് പ്രസ് ചെയ്ത് ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടി അത്രയും ഭാഗം ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ പക്ഷേ അവിടവും കൂടെ അങ്ങ് കവർ ചെയ്തു. അതില്ലാതെ ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു ക്ലിപ്പ് സെറ്റാക്കി. ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മുടെ പേന ഒരു ഷീറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇനി നമുക്ക് അത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള അലിഗേറ്ററിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബീഡ്സ് അറേഞ്ച് ചെയ്ത് ഫ്ലവറാക്കി എടുക്കാം. ഇപ്പോൾ പെയറായിട്ട് നമ്മൾ ഒരു ക്ലിപ്പ് ചെയ്തു. ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പം നമുക്ക് തന്നെ നമ്മൾ പോയി കടയിൽ നിന്ന് എന്തോരം സാധനങ്ങൾ മേടിക്കുന്നു. അതിന് പകരം നമുക്കൊന്നുണ്ടാക്കി തനിയെ യൂസ് ചെയ്യാം, മക്കൾക്ക് കൊടുക്കാം. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. ഇത് കൂടാതെ നമുക്കിത് തന്നെ നമ്മുടെ ഹെയർ ബാൻഡിലും യൂസ് ചെയ്ത് നമുക്ക് പുതിയൊരു മോഡൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിലും 2 ഫ്ലവറായി. ഇനി അടുത്ത 3ാമത്തെ ഫ്ലവർ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന വീഡിയോയാണ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മൾ 3ാമത്തെ ഫ്ലവറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ആ ഒരു യെല്ലോ കളറായതുകൊണ്ട് നല്ല എടുപ്പാണ് അത് നേരിട്ട് കാണാൻ. വീഡിയോ എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ട് ആ ക്ലിപ്പ് കാണാൻ.
കണ്ടല്ലോ. അപ്പം നമ്മളിത് ആ 4ാമത്തെ ഫ്ലവറും ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ക്ലിപ്പ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതുപോലെ എന്ത് മെറ്റീരിയൽസ് വേണമെങ്കിലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ അതിനുള്ള ഡീറ്റെയിൽസ് തരാം. ലിങ്ക് ഞാൻ അതിനകത്ത് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതാണ്ട നമ്മുടെ ആ ഒരു ക്ലിപ്പും സെറ്റായി. കണ്ടല്ലോ. ഇടയ്ക്ക് സ്പേസ് തോന്നുന്നത് കുഴപ്പമില്ല. കാരണം ആ ഫ്ലവറിന് ആ ഒരു ഭംഗി വരണമെങ്കിൽ ആ സ്പേസ് വേണം അവിടെ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ ഭംഗിയുള്ള 2 ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ. താങ്ക് യു.